അവിടുത്തെ അപകടത്തിന്റെ തീവ്രത അത് അത്ര കണ്ട് വലുതാണ് എന്നതാണ് പശ്ചാത്തലം. ഒന്ന് ഓർത്തു നോക്കിയാൽ ഈ അപകടം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും എത്രയോ മീറ്ററുകൾക്കപ്പുറമാണ് ഈ പുഴയിലേക്ക് ഇത് പോയി പതിച്ചത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു സ്ഫോടനം നടന്നോ, അതല്ല ഉണ്ടായ അപകടത്തിന്റെ ആഘാതത്തിൽ ലോറി ഇവിടേക്ക് വന്ന് വീണതാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അവിടെ താനൊന്ന് വിശ്രമിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇനി രാവിലെ യാത്രയാകാം, തനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു എന്ന് സ്വന്തം ഭാര്യയെ വിളിച്ചറിയിച്ച ശേഷമാണ് ഏറ്റവും ഒടുവിലുള്ള ഒരു കോണ്ടാക്ട് പോയിന്റ് അതായിരുന്നു. കുടുംബവുമായുള്ള കുടുംബവുമായുള്ള ഒരു കോണ്ടാക്ട് പോയിന്റ് അതായിരുന്നു. അതിനുശേഷമാണ് അർജുനെ കാണാതാവുന്നത്. അപ്പോൾ എല്ലാവരും കരുതി അർജുൻ ക്യാബിനുള്ളിൽ വിശ്രമിക്കുകയാണ്, അപ്പോഴാണ് അപകടമുണ്ടായതെന്ന്. ആ കരുതൽ, ആ ഒരു പ്രതീക്ഷ കൃത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതുപോലെ തന്നെ അർജുൻ ആ ക്യാബിനുള്ളിൽ വിശ്രമിക്കുന്ന സമയത്ത് അപകടമുണ്ടാകുന്നു. തൊട്ട് മുകളിലുള്ള വലിയ മല ഇടിഞ്ഞും വാഹനത്തിന് മുകളിലേക്ക് വീഴുന്നു. അർജുൻ അപകടത്തിൽപ്പെടുന്നു. വാഹനം പലകുറി ഉരുണ്ട് ഒരു പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട് ഈ മണ്ണിടിച്ചിലിനൊപ്പം ആ പുഴയിലേക്ക് പോയി പതിച്ചിരിക്കാം. അതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ക്യാബിനുള്ളിൽ തന്നെ ഈ അർജുൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നു. അതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമായ കാര്യം. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണുന്നു. മൃതദേഹം ആ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. മൃതദേഹം ആ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. 71 ദിവസമാണ് ആ ക്യാബിനുള്ളിൽ അർജുന് ഈ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ആ ദൗത്യം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. നമുക്ക് അർജുനെ ജീവനോടെ ലഭിക്കുന്നില്ല, അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കുടുംബത്തിന് ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ വി ബൈജു തുടരുന്നുണ്ട് ശിരൂരിൽ നിന്ന്. മൃതദേഹം അല്പം അഴുകിയ നിലയിലായിരിക്കും സ്വാഭാവികമായും. 71 ദിവസമായല്ലോ വെള്ളത്തിനടിയിൽ അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം. ബൈജു, നമുക്ക് നേരിട്ട് തന്നെ അത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ അർജുൻ ഉള്ളത്? എൽദോ, അഴുകിയ നീരിലാണ് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു, കരയിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും ആ ചോദ്യത്തിന് സജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഉത്തരം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 72 ദിവസമായി, അതായത് ജൂലൈ 16 രാവിലെ 8:36 ഇത്തരത്തിലുള്ള ഒരു അപകടം നടക്കുന്നു. അന്ന് മുതൽ എന്താണ് സംഭവിച്ചതെന്നെ കുറിച്ച് ചോദ്യം, അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ? ആ ദൗത്യം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത്. മൃതദേഹം ഇപ്പോൾ ആ ക്യാബിനകത്ത് നിന്നും പുറത്തെടുത്തിരിക്കുന്നു. ക്യാബിൻ തകർന്ന നിലയിലാണ്, പക്ഷേ വലിയ തോതിൽ വാഹനം വേർപെട്ടിട്ടില്ല, ക്യാബിൻ ഇതിൽ നിന്നും വേർപെട്ടിട്ടില്ല. അത് ഇന്ദ്രപാൽ, അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അത് വളരെ കൃത്യമാണ്. ആ CP2 എന്ന ആ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ആ വാഹനം കിട്ടിയതും. എന്തായാലും വാഹനത്തിൽ നിന്നും ഈ ലോറിയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. ആ അഴുകിയ നിലയിലുള്ള മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഉണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കും. എന്തായാലും ജിതിൻ ഉൾപ്പെടെ വിതുമ്പി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. മനാഫും ഉൾപ്പെടെ. നമുക്കറിയാം, ഇത് 18 ഈ സംഭവം നടന്ന് 3ാമത്തെ ദിവസം മുതൽ നമ്മൾ ഈ വാർത്ത നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും ഒരു രക്ഷാദൗത്യമായിരുന്നു തുടക്കത്തിലെങ്കിൽ പിന്നീട് അത് രക്ഷാദൗത്യമല്ല, എന്തു സംഭവിച്ചു അർജുൻ ഉൾപ്പെടെ ഈ 3 പേർക്ക് എന്ന ഒരു ചോദ്യമായിരുന്നു. ഏതായാലും അതിന് ഉത്തരമായിരുന്നു. അപ്പോഴും ഇനിയും 2 പേരെ കണ്ടെത്താനുണ്ട്. നേരത്തെ സജിത് പോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ലോകേഷും ജഗന്നാഥും അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ അർജുൻ എന്ന ആ ഒരു ചോദ്യം, അത് ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചു എന്ന് തന്നെ പറയാം. എന്നാലും ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. അതിന്റെ ക്യാബിൻ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ ആ വാഹനത്തിന്റെ അകത്ത് തന്നെ അർജുൻ ആ അപകടം സംഭവിക്കുമ്പോൾ ആ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ദൃശ്യത്തിൽ നിന്നും നമുക്ക് കാണാം, അത് ആ മൃതദേഹം ഇപ്പോൾ ആ ബോട്ടിലേക്ക് മാറ്റി. ഏതായാലും സതീഷ് സൈൽ MLA അദ്ദേഹം അല്പസമയത്തിനകം അദ്ദേഹം ഇപ്പോൾ കരയിലേക്ക് ബോട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ വാർത്താ സമ്മേളനം ഏതായാലും അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം ഉണ്ടാകും. ഏതായാലും ഇനി നാട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവരാനൊക്കെയുള്ള നടപടികളും ആ വീട്ടിൽ അറിയാം, നമുക്കറിയാം. ആ വീട്ട് കഴിഞ്ഞ ദിവസം അഞ്ജുവായി നമ്മൾ സംസാരിക്കുന്നു. അഞ്ജു പ്രധാനമായും പറഞ്ഞത് അർജുൻ അവസാനമായി ചിലവഴിച്ച ആ സ്ഥലം ഒന്ന് കാണണമെന്ന് തന്നെയായിരുന്നു. അതിനായി താൻ വന്നതാണ്. 2 ദിവസത്തേക്ക് വന്ന അഞ്ജു 4 ദിവസം അവിടെ തങ്ങിയതിനു ശേഷം വളരെ വിഷമത്തോടു കൂടിയാണ്, വളരെ വേദനയോടു കൂടിയാണ് തിരിച്ചു പോയത്. ഒരു പക്ഷേ ഈ ദൗത്യം അവസാനിപ്പിക്കുമെന്നവരെ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ശക്തമായ മഴ, ഇന്ന് റെഡ് അലർട്ടാണ്. ആ പ്രതികൂല കാലാവസ്ഥയിലും ഈ തിരച്ചിൽ നടത്തി. ഇതിൽ സൂപ്പർ ഹീറോ എന്ന് നമുക്ക് പറയേണ്ടത് ഈ കാർവാർ MLA സതീഷ്. കെ വി ബൈജു തുടരുക. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സർ, ഒരുപാട് സന്തോഷം. താങ്കൾ കണ്ടെത്തിയ പോയിന്റ് തന്നെയല്ലേ ഈ പറയുന്ന CP2? യെസ്, അത് ശരിയാണ്. നമുക്ക്
CP2 അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മുടെ ടെക്നോളജി വർക്ക് ചെയ്തിട്ട് ഇവർ ഏബിൾ ടു ഹെൽപ്പ് വെരി ജെന്യൂൻ കോസ്. പിന്നെ നമുക്ക് അർജുനനെ കണ്ടുപിടിക്കാൻ പറ്റി, ട്രക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഐ തിങ്ക് ഫുൾ കേരള വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ ടു ഹാപ്പൻ. ആൻഡ് ദൈവത്തിന്റെ അനുഗ്രഹം കാരണം നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റി. ഉറപ്പായും അന്ന് തന്നെ താങ്കൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടെ തന്നെയാണ് അത് മൂവ് ചെയ്ത് പോകുമെന്ന് കരുതിയിരുന്നു എപ്പോഴെങ്കിലും? അല്ല, അങ്ങനെയല്ല. ബേസിക്കലി നമ്മൾ CP4 CP5 പറഞ്ഞത് അവിടെ ഇന്നലെ തെരഞ്ഞപ്പോൾ അവിടെ നമുക്ക് ടവർ കിട്ടിയിട്ടുണ്ട്, ഈ ഇലക്ട്രിക് ടവർ ഇല്ലേ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 50 feet ഹൈ ടവർ, ഫുൾ മെറ്റൽ കണ്ടെയ്നർ, പ്ലസ് ലോട്ട് ഓഫ് അവിടെ അതിന്റെ കേബിൾസ് ഒരുപാടുണ്ട്. അതാണ് അവിടെ നിന്ന് നമുക്ക് കൂടുതൽ സിഗ്നൽ കിട്ടിയത്. അപ്പൊ ഇന്നലെ അത് എനിക്ക് അറിവ് തന്നു, അവരിങ്ങനെ അവിടെ ടവർ കിട്ടിയിട്ടുണ്ട് CP3 CP4 അതിന്റെ കേബിളും കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് വെൻ ഐ അഡ്വൈസ്ഡ് ഹിം. അപ്പോൾ നമ്മൾ പോയി CP2 നോക്കി കഴിഞ്ഞാൽ അവിടെ കുറെ പാർട്സ് കിട്ടും, കുറച്ച് ഡീപ്പ് പോലെ ചിലപ്പോൾ അവിടെ ട്രക്ക് ആവാൻ ചാൻസ് ഉണ്ട്.